ഇപ്പോൾ IPL മത്സരമൊക്കെ നടക്കുകയാണല്ലോ. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരമൊക്കെ വരുമ്പോൾ ലീവ് എടുക്കുന്നത് പല അടവുകൾ പറഞ്ഞ് ലീവ് എടുക്കുന്നവരുണ്ട്, ലീവ് അല്ലാതെ കിട്ടുന്നവരൊക്കെ ഉണ്ട്. ഇത് IPL മത്സരത്തിന് വേണ്ടി വീട്ടിലൊരു അത്യാവശ്യ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ലീവ് എടുത്തു. എന്നാൽ വീട്ടിലിരുന്ന് കണ്ടതിന് വരെ നേരെ സ്റ്റേഡിയത്തിൽ പോയി. അപ്പോൾ ക്യാമറ ചതിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഈ TV ക്യാമറയിൽ ഈ ലീവ് എടുത്ത് വീട്ടിലിരുന്ന ആളിതാ സ്റ്റേഡിയത്തിലിരിക്കുന്നു. സംഭവം എന്താണ് പിന്നീട് പറ്റിയതെന്ന് നമ്മളോട് KV ശ്രീധരൻ പറയും. ഇതാണ് ആ ദൃശ്യങ്ങൾ. KV ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, നേരത്തെ അല്ലേ ശ്രീധരൻ തന്നെ പങ്കുവെച്ചുകൊണ്ടെന്ന് തോന്നുന്നു ഈ ലീവൊക്കെ അനുവദിച്ചുകൊണ്ടുള്ള ബോസുമാരുടെ ഇടപെടലുമൊക്കെ. ഇത് പക്ഷേ വല്ലാത്തൊരു അബദ്ധമാണ്. എന്തായാലും ആ ബോസ് വലിയ അപകടക്കാരനൊന്നും അല്ല, ഗൗരവക്കാരനല്ല തോന്നുന്നു. എന്താണ് പിന്നെ സംഭവിച്ചത്? ഈ ക്യാമറ പണി കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ IPL മത്സരത്തിന്റെ ഇടയിൽ ചില ആളുകളിലേക്കൊക്കെ സൂം ചെയ്ത് ക്യാമറ പോകുമ്പോൾ അവരൊക്കെ മുഖം പൊത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഏതായാലും അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഈ TV യിൽ കാണിക്കുമ്പോൾ നല്ലതല്ലേ, ആളുകളൊക്കെ സന്തോഷിക്കേണ്ടല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് ഇപ്പോൾ മനസ്സിലായത്. പലരും ഇപ്പോൾ ബാംഗ്ലൂർ പോലെ നഗരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കളി എത്ര തോറ്റുകൊണ്ടിരുന്നാലും അവർക്ക് ഫാൻ ബേസ് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ നോക്കിയാലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഗ്യാലറി ഫുള്ളായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. ഇപ്പോൾ ഏതായാലും അതിന് കഴിഞ്ഞ ദിവസത്തെ ലക്നൌവുമായിട്ടുള്ള മാച്ചിനിടയിലാണ് ഈ യുവതി IT പ്രൊഫഷണലാണ്. അവർ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി. എനിക്ക് വീട്ടിലെ ചെറിയ അത്യാവശ്യങ്ങളുണ്ട്, എമർജൻസികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവരിറങ്ങിയത്. പക്ഷേ കളി നടക്കുന്നതിനിടയിൽ 16ാമത്തെ ഓവറിൽ വെച്ചുകൊണ്ട് അനൂജ് റാവത്ത് ഒരു ക്യാച്ച് വിട്ടപ്പോൾ കൃത്യമായി ഈ ആളുകളുടെ കാണികളുടെ ഒരു നിരാശ പകർത്താൻ വേണ്ടി ക്യാമറമാൻ കൃത്യം പോസ്റ്റ് ചെയ്തത് ഈ യുവതിയുടെ മുഖത്തേക്കാണ്. അതോടുകൂടി തന്നെ TV യിൽ കളി കൊണ്ടിരുന്ന ബോസും ഈ പെൺകുട്ടിയെ കണ്ട് ആ പെൺകുട്ടിയുമായി നടത്തിയ ചാറ്റുകളാണ് വളരെ രസകരമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാറിപ്പറന്ന് നടക്കുന്നത്. അതിൽ അനൂജ് റാവത്ത് ക്യാച്ച് വിട്ടല്ലേ, വല്ലാത്തൊരു അവസ്ഥയായില്ലേ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ കളി കാണുന്നത് മനസ്സിലാക്കിയെന്ന് ഈ പെൺകുട്ടി ഈ ബോസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ബോസ് പറഞ്ഞ മറുപടി, ഞാൻ നിങ്ങളെ TV യിൽ കണ്ടു. ഏതായാലും അത്ര കർക്കശക്കാരനല്ല, ദിവിഷ് പറഞ്ഞ പോലെ തന്നെ കർക്കശക്കാരനല്ലാത്തൊരു ബോസായതുകൊണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. നമ്മുടെ പല ഓഫീസുകളിലും പല ആളുകളുടെയും പല ബോസുമാരും ചില ആളുകളൊക്കെ വല്ലാണ്ട് വൈരാഗ്യ ബുദ്ധിയോടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഈ IT മേഖലയിലൊക്കെ. ഏതായാലും ഈ ബോസ് ആള് ഒരു തങ്കപ്പെട്ട മനുഷ്യനാണ്, ക്രിക്കറ്റ് ഫാനാണ്, പ്രത്യേകിച്ച് RCB ഫാനാണെന്ന് കൂടി തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കാര്യമായി തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു തമാശ രൂപത്തിൽ ഈ വിഷയം അവസാനിക്കുകയാണ് ചെയ്തത്. ഏതായാലും IPL കാണാൻ ഇടയ്ക്ക് ഞാനൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. നമുക്ക് പാസ്സൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ പോകുന്നത്. പക്ഷേ ഇങ്ങനെ ജോലി സമയത്ത് പോയാൽ പണി കിട്ടുമെന്ന് ഇപ്പോൾ ഏതായാലും മനസ്സിലായിരിക്കുകയാണ്. ശരി, എല്ലാവരും അതുപോലെ സ്നേഹം നിറഞ്ഞ ബോസ്മാരാകണമെന്നില്ല. ശരി ശ്രീധര.